നമസ്കാരം, ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി. റോവൻ അറ്റ്കിൻസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു അഭിനേതാവാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ അഭിനയത്തിനുള്ള സാധ്യതകൾ തേടി പല വ്യക്തികളെയും പല സ്ഥാപനങ്ങളെയും സമീപിച്ചപ്പോൾ സംസാരത്തിന് തടസ്സമുള്ളതിനാൽ ദയനീയമായി തിരസ്കരിക്കപ്പെടുകയും പരാജയപ്പെടുകയുമാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹം തൻ്റെ അഭിനയമോഹത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം സംസാരമില്ലാതെ ആളുകളെ ചിരിപ്പിക്കാൻ തക്ക ഒരു ഷോ അദ്ദേഹത്തിൻ്റെതായി സംഘടിപ്പിക്കുകയും അതിൽ വിജയിക്കുകയും തുടർന്ന് അനേകം ഷോകൾ സംഘടിപ്പിക്കുകയും ഇന്ന് ലോകപ്രശസ്തനായിത്തീർന്ന ഈ റോവൻ അറ്റ്കിൻസൺ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? അദ്ദേഹമാണ് മിസ്റ്റർ ബീൻ എന്ന് അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു കൊമേഡിയൻ ആർട്ടിസ്റ്റ് കൂടിയാണ്. പല മുതിർന്നവർക്കും കുട്ടികൾക്കും ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ സുപരിചിതനാണ് അദ്ദേഹം. മിസ്റ്റർ ബീൻ എന്നും പറഞ്ഞ് പിള്ളേർ ചാടി വീഴും. മിസ്റ്റർ ബീൻ്റെ കോമഡികൾ, അദ്ദേഹത്തിൻ്റെ അഭിനയങ്ങൾ ഇഷ്ടമില്ലാത്തവരാരുമില്ല. അധികം വാചാലതയോ സംഭാഷണങ്ങളോ ഒന്നുമില്ലാതെ ആംഗ്യങ്ങൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും ചിരിച്ച് മണ്ണ് കപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു അഭിനയം കാഴ്ചവെക്കുവാനും ആ ഒരു മേഖലയിൽ ലോകത്തിൽ മികവ് നേടുവാനും മിസ്റ്റർ ബീൻ എന്ന് അറിയപ്പെടുന്ന ഈ റോവൻ അറ്റ്കിൻസന് സാധിച്ചു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ വിവിധ തരത്തിലുള്ള കഴിവുകളും സാധ്യതകളും എല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. തീർച്ചയായും നമുക്കൊരു ഭാവിയുണ്ട്. നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് വിലയില്ലാതായത്, എനിക്കതൊന്നും പറ്റത്തില്ല, എന്നെ കൊണ്ട് പറയിക്കരുത്, ഞാൻ വരൂല്ല കേട്ടോ. എൻ്റെ ഭാര്യ പണ്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും കാറ്റീസ് അധ്യാപകരായിരുന്നു. അവളെ കാറ്റീസത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഇപ്പോൾ വന്നപ്പോൾ അവൾ ഓടി ഒളിച്ചിരുന്നു. ഞാൻ വരൂല്ല, എനിക്ക് പറ്റൂല ആളുകളുടെ മുമ്പിൽ മുണ്ടാനായിട്ടും പഠിപ്പിക്കാനായിട്ടുമെന്ന്. പക്ഷേ പിന്നീട് അവൾ സ്റ്റേജിൽ കയറി വരെ ആളുകളോട് സംസാരിക്കാൻ, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ, മാതാപിതാക്കളെയും കുട്ടികളെയും ഒരുമിച്ചിരുത്തി PTA അല്ലെങ്കിൽ മതബോധനവുമായി ബന്ധപ്പെട്ട മേഖലയിലും അല്ലാത്തതുമായ മേഖലയിലൊക്കെ ഒത്തിരി പേരെ മോട്ടീവ് ചെയ്യാനും ക്ലാസ്സുകൾ എടുക്കുവാനും, അതുപോലെ പള്ളിയിലൊക്കെ വായനയിൽ കയറി വായിക്കണം, അധ്യാപകരും ചെയ്യേണ്ട. കൊച്ചുകുട്ടികളൊക്കെ എടുക്കുമ്പോൾ അധ്യാപകരും ചെയ്യണം. അയ്യോ എനിക്ക് പറ്റത്തില്ല, തലേദിവസം രാത്രി ഉറങ്ങത്തില്ല, ടെൻഷനാണ്. പിന്നീട് ആ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്തു, ധൈര്യപ്പെടുത്തി അവരുടെ ഉള്ളിൽ തന്നെ ഇന്ന് നമ്മളെക്കാൾ ഒക്കെ നല്ല മിടുക്കിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉപദേശവരം, പ്രാർത്ഥനാവരം, പ്രബോധനവരം ഒക്കെ ദൈവം നല്ല അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയേ ചെയ്തുള്ളൂ, അത് പുറത്തെടുക്കാൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് അവരെ ദൈവം മാറ്റി. ഇതുപോലെ തന്നെ പാചകത്തിൻ്റെ കാര്യത്തിൽ ഒരു മുട്ട വറക്കാൻ പോലും പാകത്തിന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആദ്യമായിട്ട് മുട്ട വറുത്ത, കല്യാണം കഴിഞ്ഞ് മണവാട്ടി പെണ്ണ് മുട്ട വറുത്ത കഥയൊക്കെ, ഞാൻ ഒരു നെഗറ്റീവ് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ഉപ്പിട്ട എരിവിട്ട എന്താണെന്നും അറിയാത്ത അവസ്ഥ, ആർക്കും അവരവർക്ക് പോലും തിന്നാൻ പറ്റാത്ത അവസ്ഥ, ടെൻഷനായി, കരച്ചിലായി, ഇനി ഒന്നും ഒരിക്കലും ചെയ്യത്തില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തകളും നെഗറ്റീവ്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് ഈ നാളുകൾക്കകം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഈ 25 വർഷം കൊണ്ട് കുടുംബത്തിൽ മാത്രമല്ല മറ്റനേകം ഫങ്ഷനുകൾക്ക് വേണ്ടിയും റെസ്റ്റോറൻറ്റിലും, ഞങ്ങൾ പാലാരിട്ടം YMCA റെസ്റ്റോറൻറ്റ് 2 വർഷം നല്ല ഭംഗിയായിട്ട് നടത്താൻ ദൈവാനുഗ്രഹം തന്നു. ഒത്തിരി നല്ല തിരക്കും ഒത്തിരി നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കാലമൊക്കെ വന്നപ്പോഴാണ് അത് വിട്ടത്. അപ്പോൾ എൻ്റെ ശുശ്രൂഷകളിൽ സഹായിക്കുന്നതോടൊപ്പം കുടുംബത്തെ സഹായിക്കുവാൻ, തൻ്റെ ഉള്ളിലെ ഒരു കറിക്ക് ഉപ്പ് പോലും ഉപ്പ് കൂടുതലാണോ എന്നും പറഞ്ഞ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ കുറവാണ്, ടെൻഷൻ മൂലം. പിന്നെ ഏതെങ്കിലും ഒരു 10 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അന്ന് രാത്രി കിടന്നുറങ്ങാനായിട്ട് പറ്റത്തില്ല, ഭയങ്കര ടെൻഷനാണ്, മസിൽ പെയിനാണ്, അതൊക്കെ ആയിരുന്നു. പക്ഷേ 100 കണക്കിന് ആയിരങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയ ദിവസങ്ങൾ ഉണ്ട്, 5ഉം 6ഉം ബർണറുകൾ സ്റ്റൗകളൊക്കെ ഒന്നിച്ച് കത്തുമ്പോൾ. അപ്പോൾ എൻ്റെയും നമ്മളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്ക്, 1500ഓളം വീഡിയോകൾ ഞങ്ങളുടെ പേർക്ക് ജാസ് അച്ചായൻസ് കിച്ചൻ, അതായത് ജോളി, ജെ ഫോർ ജോളി എൻ്റെ ജീവിത പങ്കാളിയുടെ പേരാണ്. ഇതൊരു അഹങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല, ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ കഴിവുകൾ കത്തി മൂർച്ച കൂട്ടി ഉപയോഗിക്കുന്നത് പോലെ നമ്മൾ അതിന് പ്രോത്സാഹിപ്പിക്കുകയും അവരതിന് വിട്ടുകൊടുക്കുകയും ചെയ്തത് വഴി 1500ഓളം വീഡിയോകളിൽ അതിൽ ഭൂരിഭാഗവും പാചകവുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഫണ്ണും എൻ്റർടൈൻമെൻറ്റ്സും കുടുംബകാര്യങ്ങളും എല്ലാം ഉണ്ട്. ജാസ് അച്ചായൻസ് കിച്ചൻ, സമയമുള്ള പഠിച്ചു, JAS ജാസ് അച്ചായൻസ് കിച്ചൻ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അങ്ങനെ 1500-ൽ അധികം വീഡിയോകൾ, ഇപ്പോൾ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിക്ക് ഉള്ളതിനേക്കാൾ അധികം സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ ഇരട്ടിയോളം വരുന്ന രീതിയിൽ സബ്സ്ക്രൈബേഴ്സും ആ ഒരൊറ്റ ചാനലിലുണ്ട്. ഏത് വിഭവത്തെക്കുറിച്ച് അടിച്ചു നോക്കണം, പിന്നെ അതിൽ അടിച്ചു നോക്കിയാൽ ഏത് തരം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലും തദ്ദേശവും വിദേശവുമായ, ഇത് വെറുതെ ഇട്ടേക്കുന്നതല്ല, ഞങ്ങളിവിടെ ചെയ്തതും ഉണ്ടാക്കിയതും ഉണ്ടാക്കി കൊടുത്തതും ഓർഡറുകൾ കിട്ടിയതും എല്ലാമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള ഫങ്ഷനുകളിൽ എൻ്റെ ജീവിത പങ്കാളി തന്നെ മുൻകൈയെടുത്ത് ചെയ്ത പാചകങ്ങളിലെ വീഡിയോകളും വീട്ടിൽ ചെയ്തതും റെസ്റ്റോറൻറ്റിൽ ചെയ്തതും കാറ്ററിങ്ങിന് വേണ്ടി ചെയ്തതും എല്ലാം ഇതുപോലെ തന്നെ പല അനുഭവങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോയിട്ട് വീട്ടിൽ അത്യാവശ്യം ഒരു തോരൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ അവൾ തന്നെ ഓടിപ്പോകുമായിരുന്നു, എന്താ കുറവെന്ന് പറയാം. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് നിരന്തരമായ പരിശ്രമവും പ്രാർത്ഥനയും എല്ലാം വഴി ഓരോ ഫുഡിനുമുള്ള മസാലകളും ഗരം മസാലയും കണ്ടൻറ്റും സാമ്പാർ പൊടിയും എല്ലാം സ്വയമായിട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ, ഇനി സാമ്പാർ പൊടി കടയിൽ കിട്ടുന്നത് മേടിച്ചിട്ട് വയറ് ചീത്തയാക്കണ്ട, അല്ലെങ്കിൽ ഒന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കണം. സ്വന്തം നിലയിൽ സാമ്പാർ പൗഡർ തൊട്ട് ചട്നി പൗഡർ തൊട്ട് വിവിധ പൊരി ഐറ്റങ്ങളും എല്ലാം ഏതെല്ലാം തരത്തിലുണ്ടോ ദൈവം സഹായിച്ച അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് മക്കൾക്കും മക്കൾക്കായാലും മരുമകൾക്കായാലും ആ ഒരു പ്രോത്സാഹനവും ആ ഒരു സപ്പോർട്ടും അവരിലേക്കെല്ലാം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞതുപോലെ അവരിലേക്ക് പോലും അതെല്ലാം പകർന്നു കിട്ടിയ അനുഗ്രഹങ്ങൾ പലതും. ഇന്നലെയും കൂടി ഇളയ കൊച്ചക്ക വ്യത്യസ്തമായ പല വിഭവങ്ങളും ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ്, ഇപ്പോൾ അവൾ എന്നെക്കാൾ മിടുക്കിയാണല്ലോ, ഞാൻ പുറകിലായല്ലോ എന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുന്നതാണ്. അവൾ പല ദിവസങ്ങളിൽ, ഇപ്പോൾ 10 ദിവസം ഓണത്തിൻ്റെ ആ വെക്കേഷൻ വന്നപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ മകനായാലും മരുമകളായാലും മക്കളായാലും ഓരോരുത്തർക്കും അങ്ങനെയുള്ള കാര്യത്തിൽ ഈ മോട്ടിവേഷൻ ലഭിച്ചത് അമ്മ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ തനിക്ക് അസാധ്യമെന്ന് പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിലും ആ ടെൻഷനാണ് ഒരുക്കം, ഒരു ശ്രദ്ധ, കൂടുതൽ ജാഗ്രത, കൂടുതൽ ശരിയാക്കണം, കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ള ഉത്സാഹം ഉണ്ടായി. അതുകൊണ്ട് ആ കാര്യങ്ങളിലൂടെ ദൈവം കരുത്തുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള കഴിവുകൾ മറഞ്ഞു കിടക്കുന്നുണ്ട്, അത് കണ്ടെത്തണം. നമ്മുടെ കൂടെയുള്ളവർ കഴിവുകെട്ടവരാണ്, ഒന്നിനും കൊള്ളത്തില്ല, നിർഗുണരാണെന്ന് ഒരിക്കലും പറയരുത്. ഓരോ വ്യക്തിയും, നിൻ്റെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, ഏതെങ്കിലും തരത്തിൽ പാചകത്തിലോ പാട്ടിലോ ഡാൻസിലോ കലയിലോ ഞാനിപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഭയങ്കര സങ്കടം ഇതാണ്. വെക്കേഷനൊക്കെ വരുമ്പോൾ സ്പോർട്സിൻ്റെ പരിശീലനത്തിന് പോകും, എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് എക്സസൈസ് കാണിക്കാനൊക്കെ നിൽക്കും. പക്ഷേ പട്ടിണിയും പരിവട്ടവും കഷ്ടപ്പാടുമായിരുന്നു. അങ്ങനെയുള്ള ഇത് കാണിക്കുന്നതനുസരിച്ച് എന്തെങ്കിലും ദേഹത്ത് വേണ്ടേ, എന്നാലും തട്ടിയും മുട്ടിയൊക്കെ ദൈവകൃപ നല്ല രീതിയിലും ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും കഷ്ടസ്ഥിതിയിലും ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം 49ാമത്തെ വയസ്സിൽ ഹൈദരാബാദിൽ നടന്ന നാഷണൽ പവർ ലിഫ്റ്റിംഗ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടാൻ ദൈവം അനുഗ്രഹം തന്നു, നാഷണൽ ലെവലിൽ. അതുപോലെ മക്കൾക്കൊക്കെ ഇതുപോലെയുള്ള പലതും കിട്ടി. ഇപ്പോൾ ഒക്ടോബർ
മാസം 14-ാം തീയതി മകൾ ഗോവക്ക് പോവുകയാണ്. പവർ ലിഫ്റ്റിംഗ്, നാഷണൽ ലെവൽ പവർ ലിഫ്റ്റിംഗ് സ്ട്രോങ് വുമൺ ഓഫ് കേരള ലെവലിൽ പവർ ലിഫ്റ്റിങ്ങിലും ഫസ്റ്റ് കിട്ടി, സ്ട്രോങ് വുമൺ ഓഫ് കേരള എന്ന് പറഞ്ഞ പട്ടവും കിട്ടി. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ഗോവയിൽ ആരും കായിക താരമോ പാട്ടുകാരോ എൻ്റെ ഇളയ കൊച്ചൊന്നും ദൈവമേ ഇത് എങ്ങനെ ശരിയാകും, എങ്ങനെ ഇതിന് പറ്റുമെന്നൊക്കെ വിചാരിച്ച കാലഘട്ടമുണ്ട്. ഒരു ഉൾവലിയുന്ന പ്രകൃത സ്വഭാവക്കാരിയായിരുന്നു കുഞ്ഞുനാൾ മുതലേ. പക്ഷേ പതിയെ മോട്ടിവേറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു, പരിശ്രമിച്ചു, പഠിപ്പിച്ചു, പരിശീലനങ്ങൾ കൊടുത്തു, അവസരങ്ങൾ ഉപയോഗിച്ചു. ഇന്ന് ഇവിടെ വരെയും എത്തി നിൽക്കുന്നു. 2 നാഷണൽ 2 തവണ കിട്ടി. ഇനിയിപ്പോൾ വീണ്ടും നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്ട്രോങ് വുമൺ ഓഫ് കേരള എന്നുള്ളൊരു പട്ടവും കൂടെ കൊച്ചിന് കിട്ടി. അതുപോലെ മക്കൾക്കെല്ലാം ദൈവം ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പ്രാർത്ഥിക്കണമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും പ്രാർത്ഥിക്കണം, ചുമ്മാ ഇങ്ങനെ പറയല്ലേ. ദൈവം നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള കഴിവുകൾ തന്നിട്ടുണ്ട്. അതിനെല്ലാം ബൂസ്റ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, വളർത്താൻ, നന്ദി പറയാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമ്മളിലുള്ളത് നമ്മൾ തെളിച്ചെടുക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ചിലപ്പോൾ പഠനത്തിൽ എല്ലാവരും നമ്പർ 1 ആകണമെന്നൊന്നുമില്ല. എല്ലാവർക്കും പഠിക്കാൻ ഒരേപോലെ കഴിവുണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഒരപ്പൻ്റെ അമ്മയുടെയും മക്കൾ തന്നെ, എനിക്ക് 3 മക്കൾ, ആ 3 മക്കളും ഇപ്പോൾ കല്യാണം കഴിച്ചു, എന്നാലും ആ 3 മക്കളിൽ 2 പേര്. അപ്പോൾ അതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിൽ 3 പേരും വ്യത്യസ്തരായിരുന്നു. ഒരാൾ അപ്പം തന്നെ പഠിക്കും, അപ്പം തന്നെ മറന്നു. മറ്റേ ഭയങ്കരമായിട്ട് പഠിക്കും, ഒന്നും മറന്നു പോവില്ല, ഒരുപാടൊന്നും കുത്തിയിരിക്കണ്ട. മറ്റേ ആൾക്ക് ഒരുപാട് കഷ്ടപ്പെടുകയും വേണം, ഒരുപാട് ഇരുന്ന് പഠിച്ചത് ഉണ്ടാകും. ഇതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെയും കുറ്റപ്പെടുത്താതെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് പരിശ്രമിച്ച് നമ്മളെന്തായിരുന്നു, നമ്മുടെ അവസ്ഥ എന്താണോ ഒന്ന് ആത്മശോധന ചെയ്യുക. 21 വിഷയങ്ങൾ ബിടെക്കിന് പൊട്ടിപ്പാളീസായിട്ട് മുറിയടച്ച് പുറത്തിറങ്ങാതെ നാളുകളായിട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ മോട്ടിവേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഇതൊക്കെ കൊടുത്തു. അവനിപ്പോൾ അതെല്ലാം എഴുതിയെടുത്തു. ഇങ്ങനെയുള്ള പല കേസും. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു മെസ്സേജ് ഒരു സഹോദരി ഇട്ട്, NCLE എക്സാം ബ്രദറെ, ഇത് ഞാനല്ല, എനിക്ക് കിട്ടിയതല്ല, വിജയിച്ച് അടുത്ത ശനിയാഴ്ച കൂട്ടായ്മ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് അസാധ്യമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പരിശ്രമവും പ്രാർത്ഥനയും കൊണ്ട് നടക്കാതെ നമ്മൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക. ബാക്കി ഡോൺ ബോസ്കോ പറഞ്ഞ ഈശോയും മാതാവും ഔസപിതാവും നമുക്ക് ചെയ്തു തരും. അല്ലാതെ ഒന്നും ചെയ്യാതെ കയറി ഇരുന്നിട്ട് എല്ലാം ഇങ്ങോട്ട് വന്നോളൂ എന്നിരുന്ന നടക്കത്തില്ല. വീടിൻ്റെ മുമ്പിൽ ഒരു കുരുവിയുടെ കൂട്, ഞാൻ ജാസജാൻ കിച്ചണിൽ അതിൻ്റെ ചെറിയ വീഡിയോ 1 മിനിറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കയറി വരുമ്പോൾ തന്നെ മനുഷ്യർ അനക്കമുള്ളിടത്ത് കൊണ്ടുവന്ന് ഇതെന്താ കൂട് കൂട്ടിയെന്ന് ഓർക്കുക. ഒരു 5ഓളം കുരുവികൾ പരിശ്രമിച്ച് 2 ആഴ്ചയോളം ബുദ്ധിമുട്ടിയാണ് കൂട് കൂട്ടി. ഇപ്പം അതിൽ മുട്ടയിട്ട് കുരുവി ഇങ്ങനെ ചുണ്ടൊക്കെ നീട്ടിപ്പിടിച്ച് പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ അവിടെ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ജീവികളാണെങ്കിലും അതിന് ദൈവം കൊടുത്ത പരിശ്രമശീലവും ബുദ്ധിയും എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അത് കൂട് കെട്ടി സ്വസ്ഥമായ ഒരിടം. ചിലപ്പോൾ മറ്റ് ജീവികളെയൊക്കെ പേടിച്ചിട്ടായിരിക്കും പുറത്തൊക്കെ മരക്കൊമ്പിലും അവിടെയൊന്നും പോകാതെ. ആദ്യം കാക്കയുടെ ശല്യമൊക്കെ കണ്ടായിരുന്നു, പക്ഷേ ഇവിടെ മനുഷ്യ പെരുമാറ്റം ഉള്ളത് കൊണ്ടാകാം ഇതിങ്ങ വന്ന് അവിടെ കൂട് കൂട്ടി അതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായി അടയിരിക്കുന്നുണ്ട് ഒരു കിളി. മറ്റ് കൂടുണ്ടാക്കാൻ അവരെല്ലാം സഹായിക്കാൻ പഞ്ഞിയും നാരും ഇലയും എല്ലാമായിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പരസ്പരം ഉത്സാഹിച്ചും പരിശ്രമിച്ചും പ്രാർത്ഥിച്ചും പ്രതിഭകളെ വളർത്തിയും മോട്ടിവേറ്റ് ചെയ്തും നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കും. ആരും ആദ്യമേ തന്നെ പ്രതിഭയായിട്ട് വളർന്നു വന്നവരല്ല. അപ്പോൾ നമ്മുടെ ഈ ജാസജാൻ കിച്ചൻ്റെ കാര്യം ഒന്ന് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒന്ന് നോക്കിയേക്ക്. അങ്ങനെ ഒരു ചാനലുണ്ട്, JAS ജാസ് അച്ചായൻസ് കിച്ചൻ, സെൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ ഒരു സിസ്റ്റർ കൺസേൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്ന ഈ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. അങ്ങനെ അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ പലതരത്തിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. 4 വയസ്സുള്ളപ്പോൾ വിൽമ എന്ന കുട്ടിക്ക് ന്യൂമോണിയ പിടിപെട്ടു, മഞ്ഞപ്പിത്തം പിടിപെട്ടു. അതുപോലെ പിന്നീട് ഈ കാലൊക്കെ പാരാലിസായി, പോളിയോ വന്ന് തളർന്നു പോയ, അതായത് ഇമ്മ്യൂണിറ്റി പവറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. രോഗം അതുമാത്രമേ പറയാനുള്ളൂ. അങ്ങനെ കൃത്രിമ കാലൊക്കെ വെച്ചാണ് നടക്കാൻ പോലും കഷ്ടി സാധിച്ചിരുന്നത്. അപ്പോൾ 9 വയസ്സ് ആയപ്പോഴേക്കും ഇതൊക്കെ വെച്ച് ഇങ്ങനെ സപ്പോർട്ടോടെ നടക്കാൻ തുടങ്ങി. പക്ഷേ 13 വയസ്സായപ്പോൾ
നല്ല ശരിയായ ചുവടുവെപ്പുകളായി ഓപ്പറേഷനുകളും പരിശ്രമവും വ്യായാമവും പ്രാർത്ഥനയും എല്ലാം ചേർന്ന് വന്നു വിൽമ റൊഡോൾഫ്. പക്ഷേ നടക്കുന്നതിൽ പോലും ഏറ്റവും പുറകിൽ പോകുന്ന ആൾക്ക് ഓട്ടക്കാരിയാകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ്. നടക്കുമ്പോൾ പോലും ഏറ്റവും പുറകിലായി പോകുന്ന ആളുടെ ആഗ്രഹം ഒരു ഓട്ടക്കാരിയാകണം. അവൾ പരിശ്രമിച്ചു. അമ്മയുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാം ചേർന്ന് വന്നു. തീരുമാനമെടുത്തു. അക്ഷീണം പരിശ്രമം നടത്തി. അത് ആ സ്വർണം അഗ്നിയിൽ ഉരുക്കുന്നത് പോലെ ഉരുക്കും തോറും അതിൻ്റെ മാറ്റ് കൂടും. ഈ പരിശ്രമം അവളെ ഉന്നതങ്ങളിലെത്തിച്ചു. 1963 നടന്ന റോം ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡലുകൾ ഓട്ട മത്സരത്തിൽ 100, 200, 400 മീറ്റർ വിഭാഗത്തിൽ നേടുവാനിടയായി. അതുകൊണ്ട് ആരും എല്ലാം തികഞ്ഞവരായി ലോകത്ത് ജനിച്ചു വീഴുന്നവരല്ല. പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ ഈ കനൽ അനുഭവങ്ങളെ നമുക്ക് പട്ടുമെത്തകളാക്കി വിജയത്തിൻ്റെ കിരീടങ്ങളാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.